നിലവിലെ കഠിനമായ വേനൽ നമ്മുടെ കാലാവസ്ഥയിൽ വളരെയധികം ചൂട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗവും വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലത്തെ കണക്കനുസരിച്ച് വെച്ച് തന്നെ നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ വൈദ്യുതിയുടെ ഉപഭോഗം എന്ന് പറയുന്നത് 110.4303 മില്യൺ യൂണിറ്റാണ്. അതേ സമയത്ത് നമ്മുടെ കേരളത്തിലെ ഉൽപ്പാദനം എന്ന് പറയുന്നത് 23.7759 മില്യൺ യൂണിറ്റാണ്. അത് ഇന്നലത്തെ കേരളത്തിലെ കണക്കാണ് ഞാനീ പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇവിടെ ആളുകൾക്ക് ഇപ്പോൾ ഇതിനകത്ത് 86.6544 മില്യൺ യൂണിറ്റ് നമ്മുടെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. നമ്മുടെ ഉൽപ്പാദനവും നമ്മുടെ ഉപഭോഗവും തമ്മിലുള്ള അന്തരമാണ് ഈ പറയുന്നത്. അത് നമുക്ക് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യേണ്ടുന്ന അവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും വില കൂടിയ അവസ്ഥയിലൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ടതായ സാഹചര്യം വരുന്നുണ്ട്. നമ്മുടെ ലോഡ് ഷെഡിങ്ങും പവർ കട്ട് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമുക്കിങ്ങനൊരു പർച്ചേസ് ചെയ്യേണ്ടത് ആവശ്യമായി വന്നിരിക്കുക. അതുപോലെ നമ്മുടെ ഉപഭോഗം ഒരു അറ്റ് എ ടൈം നമ്മുടെ കേരളത്തിലെ ഉപയോഗം എന്ന് പറയുന്നത് പകൽ സമയത്ത് മാക്സിമം ആയിട്ട് വന്നിരിക്കുന്ന ഇന്നലത്തെ ദിവസത്തിൽ 4335 മെഗാവാട്ട് വൈദ്യുതി നമ്മൾ പകൽ സമയത്ത് അറ്റ് എ ടൈം നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് രാത്രി ഈവനിങ്ങിൽ 5728 മെഗാവാട്ടുമാണ് ഇന്നലത്തെ നമ്മുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് പകൽ സമയത്ത് നമുക്ക് കുറച്ചൊക്കെ ഇപ്പം നമ്മുടെ സോളാർ കൊണ്ടൊക്കെ കുറേയൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ വൈദ്യുതിയുടെ ഇത് വെച്ചിട്ട്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് ഒരു 2319 മെഗാവാട്ട് വൈദ്യുതി നമുക്ക് സോളാറിൽ നിന്ന് 31/3/2024 കണക്കനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ജനറേഷൻ നടക്കും. അപ്പോൾ സോളാറിനെ സംബന്ധിച്ച് നമുക്ക് സൂര്യപ്രകാശമുള്ള സമയത്ത് മാത്രമേ നമുക്ക് നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനം നടക്കുകയുള്ളൂ. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതുപോലുള്ള ഇതില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ജനറേഷൻ പർച്ചേസ് ചെയ്യുന്ന വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ച് പോകുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഉയർന്നു പോകുന്നൊരു സാഹചര്യത്തിൽ നമുക്കത് താങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഓരോ കൺസ്യൂമേഴ്സിനും നമുക്കതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കുറേയൊക്കെ ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ പീക്ക് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആ സമയത്ത് നമുക്ക് പരമാവധി നമ്മൾ വൈദ്യുതി ഉപയോഗം കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് അയൺ, വാട്ടർ പമ്പ്, വാട്ടർ ഹീറ്റർ, ഇൻഡക്ഷൻ കുക്കർ ഇവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുന്നത് നമുക്ക് നന്നായിരിക്കും. പരമാവധി കുറയ്ക്കുക എന്നുള്ളത് അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ആ സമയങ്ങളിൽ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വൈദ്യുതി നമ്മൾക്ക് കൂടുതലായിട്ടല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട അവസ്ഥയും നമുക്ക് താങ്ങാൻ പറ്റും. ചിലപ്പോൾ ലോഡ് ഷെഡിങ്ങിലേക്കൊക്കെ നമുക്ക് താങ്ങാത്ത അവസ്ഥയിൽ ലോഡ് ഷെഡിങ്ങിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ ആ സമയങ്ങളിൽ നമ്മൾ അനാവശ്യമായ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുക. ഒരു മുറിയിൽ ആളില്ല എങ്കിൽ നമ്മൾ ആ ലൈറ്റ് ഉപയോഗിക്കാതിരിക്കുക, അതിനെ ഒഴിവാക്കാൻ നമുക്ക്. അതുപോലെ നമ്മുടെ വാഹനങ്ങൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് EV വാഹനങ്ങളുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് ഒരു കാരണവശാലും അതിന് ചാർജ് ചെയ്യാൻ രാത്രി 10 മണിക്ക് ശേഷം മാത്രം അതിനെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഉപയോഗം കൂട്ടിയിരിക്കുന്നൊരു വലിയൊരു സാധനം എന്ന് പറയുന്നത് AC ആണ്. ചൂട് കൂടിയതുകൊണ്ട് AC ആണ്. അപ്പോൾ AC നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. AC നമ്മൾ ഒരു 24 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനിടയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൺസംഷനെ നമുക്ക് ആ ഒരു ആവശ്യമായ തണുപ്പ് കിട്ടാനും നമ്മുടെ ഉപഭോഗത്തെ കുറയ്ക്കാൻ. അതായത് നമ്മളുടെ AC ഓരോ ഡിഗ്രി കൂട്ടുമ്പോഴും നമുക്ക് 6% വൈദ്യുതി നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓരോ ഡിഗ്രി നമ്മൾ കൂട്ടിയാൽ അത് താഴത്ത് നിൽക്കുന്നതിനേക്കാൾ 6% വൈദ്യുതി നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ അതുപോലെ നമുക്ക് വൈദ്യുതി ഈ AC ഇടുന്ന സമയത്ത് ടൈമർ സെറ്റ് ചെയ്യാം. ഫുൾ ടൈമൊന്നും ഇടേണ്ട കാര്യമില്ല. നമുക്കൊരു തണുപ്പ് കിട്ടിയാൽ ആ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് അതിനകത്ത് ടൈമർ സെറ്റ് ചെയ്യാം. ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതോടൊപ്പം ഫാൻ വളരെ വേഗത കുറച്ച് ഫാനും കൂടി ഇട്ടാൽ ആ മുറി പെട്ടെന്ന് തണുപ്പ് വ്യാപിക്കുകയും ചെയ്യും. നമുക്കത് ആ രീതിയിൽ ഉപയോഗിച്ച് പോകാൻ പറ്റും. ACയുടെ ഫിൽറ്ററുകൾ ക്ലീൻ ചെയ്ത് പോകണം. അപ്പോൾ ഫിൽറ്റർ അടിഞ്ഞു കൂടുന്ന ഫിൽറ്ററിൽ പൊടിയും വന്ന് അടിയുമ്പോൾ ഇതിൻ്റെ ഉപഭോഗം കൂടും ACയുടെ. അപ്പോൾ അതുകൊണ്ട് അത് ഫിൽറ്ററൊക്കെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതുപോലെ ഫ്രിഡ്ജുകൾ നമ്മൾ മറ്റ് വൈദ്യുതി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ സാധനങ്ങൾ തണുപ്പിക്കാൻ വെക്കുമ്പോൾ ചൂടോടെ സാധനങ്ങൾ എടുത്ത് അതിനകത്ത് വെക്കാതിരിക്കുക. അപ്പോൾ അതിന് ചൂടിനെ തണുപ്പിച്ചപ്പോൾ അത്രയും വൈദ്യുതി കൂടുതലായിട്ട് എടുക്കും. അപ്പോൾ വെളിയിൽ വെച്ച് തണുത്തതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് നമ്മളത് എടുത്ത് വെക്കുക. അല്ല പമ്പ് സെറ്റുകൾ നമ്മൾ ഒരു പീക്ക് ടൈമിൽ വെള്ളം നിറയ്ക്കാൻ
ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക് വാട്ടർ ഫില്ലിങ്ങുകളൊക്കെ ഇപ്പം ആളുകൾ വെക്കാറുണ്ട്. അതിനകത്ത് അത് പീക്ക് സമയത്ത് അത് ഓഫ് ചെയ്തിടുക. ഈ പറഞ്ഞ 6 മണി മുതൽ 11 മണി വരെയുള്ള സമയത്ത് അതിനെ ഓഫ് ചെയ്തിടാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾക്ക് ഭാവിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം നമ്മുടെ ഇപ്പോൾ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്ന സൈസുള്ള ഫാനുകൾ, BLDC ഫാനുകളുണ്ട്. അതുപോലെ സ്റ്റാർ റേറ്റിങ്ങുകളുണ്ട്. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ ഇതിൽ സ്റ്റാർ റേറ്റിങ്ങുകൾ. അപ്പോൾ സ്റ്റാർ റേറ്റിംഗ് കൂടുതലായിട്ടുള്ള 5 സ്റ്റാർ ആയിട്ടൊക്കെയുള്ള ഉപകരണങ്ങൾ വാങ്ങിച്ചാൽ അതിൻ്റെ ഉപഭോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് റൂഫ് ടോപ്പ് സോളാർ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പരമാവധി വെക്കാൻ ശ്രമിക്കുക. പകൽ നമുക്ക് കൂടുതൽ ജനറേഷൻ വന്നാൽ പകൽ സമയം ഇപ്പോൾ അതുപോലെ നമ്മുടെ ഉപഭോഗത്തിൽ ഇപ്പോൾ ഒരു 250 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ താരിഫിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഓരോ സമയം അനുസരിച്ച് അവർക്ക് റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പകൽ സമയത്ത് നമ്മൾ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അയാൾക്ക് നോർമൽ അയാളുടെ താരിഫ് റേറ്റ് എത്രയാണോ താരിഫ് നിർണ്ണയിച്ച റേറ്റിനേക്കാൾ 10% കുറവാണ് ആ സമയത്ത് ഉപയോഗിച്ചാൽ. കാരണം ഈ സോളാറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ വൈദ്യുതി ആ സമയത്തുണ്ട്. അതുകൊണ്ട് 10% കുറവാണ്. അത് ആ ആൾ 6 മണി മുതൽ 11 മണി വരെ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അയാളുടെ ആ റേറ്റിൻ്റെ നോർമൽ റേറ്റിൻ്റെ 25% അയാൾക്ക് കൂടുതലാണ്. അത് കഴിഞ്ഞ് രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെയാണ് അയാൾക്ക് നോർമൽ റേറ്റിൽ നമ്മൾ അതിൻ്റെ ആ താരിഫിൻ്റെ റേറ്റ് എത്രയാണോ അത് വെച്ച് നമ്മൾ കൊടുക്കുന്നത്. അത് 250 യൂണിറ്റ് പ്രതിമാസം ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളമാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ പീക്ക് ഒഴിവാക്കി പകൽ സമയത്ത് അയാൾ ആ ഒരു ഉപയോഗം നടത്തുകയാണെങ്കിൽ ഇപ്പോൾ തുണി തേക്കുക, വെള്ളം നിറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാൽ അയാൾ 35% വൈദ്യുതി അയാൾക്ക് റേറ്റ് കുറഞ്ഞിരിക്കും മറ്റേ അപേക്ഷിച്ച്. ആ 25 10 കുറവും കൂടെ ചേർത്ത് വരും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാകും. പിന്നെ അതുപോലെ AC ഒക്കെ നമ്മൾ ഇപ്പോഴത്തെ ചൂട് തണുപ്പ് കുറച്ച് ഇടാൻ ശ്രമിക്കും. അത് 20 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇട്ടാൽ നമുക്കത് ശാരീരികമായി നമുക്ക് പല അസുഖങ്ങളും നമ്മളെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ ഓരോ മനുഷ്യനും ഇങ്ങനെ ഒന്ന് നിയന്ത്രിച്ച് പോയാൽ നമ്മൾക്ക് ഇപ്പോഴത്തെ ഈ ക്രൈസിസിനെ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ആളുകൾക്ക് നമ്മളെ കൊണ്ട് ഓരോ മനുഷ്യനും ചെയ്യാൻ പറ്റുന്നത് വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മുടെ നാടിൻ്റെ ഒരു സമ്പത്താക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കേട്ടുകേഴ്വിയല്ല, യഥാർത്ഥ സത്യം. ഷോപ്പിംഗ് ഇനി ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പുള്ളി, പട്ടാമ്പി, ഷൊർണൂർ.